നമസ്കാരം. ന്യൂസ് മിക്സ് ആരംഭിക്കുകയാണ്. ആദ്യം കേരള വാർത്തകളിലേക്ക്. യുഡിഎഫിനെ രൂക്ഷമായ പ്രതിസന്ധിയിലാക്കി മാണി. ആദ്യഘട്ടമെന്നോണം നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കാകാൻ കേരള കോൺഗ്രസ് തീരുമാനിച്ചു. അതേസമയം മാണി ഗ്രൂപ്പിനെ എൻഡിഎയിലേക്ക് എത്തിക്കാൻ ബിജെപി ചർച്ചകൾ ഊർജിതമാക്കി. ജോസ് കെ മാണിക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള വാഗ്ദാനം ചെയ്താണ് ബിജെപി മാണിയെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് നീക്കങ്ങൾ നടത്തുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ എൻഡിഎ പ്രവേശന നീക്കങ്ങൾ ശരിവെക്കുന്നതാണ് പുതിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ. യുഡിഎഫ് വിടാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന കേരള കോൺഗ്രസ് എംഎൽഎമാരുടെ യോഗം തീരുമാനിച്ചത്. യുഡിഎഫിൽ നിന്നുള്ള അനുരഞ്ജന നീക്കങ്ങൾക്കൊന്നും കെ.എം. മാണി മുഖം കൊടുക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അനുനയനത്തിനായി മാണിയെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല. കുഞ്ഞാലിക്കുട്ടി മുഖേന നടക്കുന്ന അനുനയന ശ്രമങ്ങളോടും മാണി സഹകരിച്ചേക്കില്ല. ചരൽക്കുന്ന് ക്യാമ്പിൽ യുഡിഎഫ് വിട്ട് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ തീരുമാനമെടുക്കും. എൻഡിഎ പ്രവേശനത്തിന് നേരത്തെ എതിരുനിന്നിരുന്ന പി.ജെ. ജോസഫും ചരൽക്കുന്ന് ക്യാമ്പിലെ തീരുമാനത്തിന് ഒപ്പം നിൽക്കുമെന്നാണ് മാണിയുടെ പ്രതീക്ഷ. അടുത്ത കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുമ്പായോ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായോ ആയിരിക്കും കേരള കോൺഗ്രസ് എൻഡിഎയുടെ ഭാഗമാകുകയെന്നാണ് സൂചന. എൻഡിഎ പ്രവേശനം സംബന്ധിച്ച് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ കെ.എം. മാണിയുമായി പലതവണ ചർച്ച നടത്തിക്കഴിഞ്ഞു. ബിജെപിയുടെ മറ്റു സംസ്ഥാന കേന്ദ്ര നേതാക്കളും കേരള കോൺഗ്രസ് നേതാക്കളുമായി അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഒരു പ്രമുഖ രൂപതാമെത്രാന്റെ പിന്തുണയോടെയാണ് ചർച്ചകൾ നടന്നത്. ജോസ് കെ മാണിക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനവും പാർട്ടിക്ക് കേന്ദ്ര സ്ഥാപനങ്ങളിലെ പദവിയുമാണ് ബിജെപിയുടെ വാഗ്ദാനം. സംസ്ഥാന നേതാക്കൾ നടത്തുന്ന ചർച്ചകളിൽ മുന്നണി മാറ്റം സംബന്ധിച്ച ധാരണയായാൽ ബിജെപി കേന്ദ്ര നേതാക്കൾ അന്തിമ ചർച്ചകൾ നടത്തും. ഈ നീക്കങ്ങൾ ശരിവെക്കുന്നതാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് സമയമായെന്ന് അദ്ദേഹം പറഞ്ഞു. മാണി മാത്രമല്ലല്ലോ, യുഡിഎഫിൽ പല രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ പുനർവിചിന്തനത്തിലാണ്. കക്ഷിബന്ധങ്ങൾ ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമവാക്യങ്ങൾ എല്ലാം ഇപ്പോൾ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ സംഭവിക്കും, ഏത് ദിശയിലേക്ക് പോകും എന്നൊന്നും പറയാറായിട്ടില്ല. അതേസമയം എൻഡിഎ പ്രവേശനം സംബന്ധിച്ച വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും എൻ രാധാകൃഷ്ണനുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും ജോസ് കെ മാണി പ്രസ്താവനയിൽ അറിയിച്ചു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. പാലക്കാട് മെഡിക്കൽ കോളേജിലെ അനധികൃത നിയമനങ്ങളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മുൻ മന്ത്രി എ.പി. അനിൽകുമാറിനുമെതിരെ വിജിലൻസ് അന്വേഷണം. കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന കാലത്ത് 170 തസ്തികകളിൽ ക്രമവിരുദ്ധമായി നിയമനം നടത്തിയെന്ന പരാതിയിലാണ് തൃശൂർ വിജിലൻസ് കോടതി ത്വരിതാന്വേഷണത്തിന് ഉത്തരവിട്ടത്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പാലക്കാട് ആരംഭിച്ച മെഡിക്കൽ കോളേജിലേക്ക് യുഡിഎഫ് സർക്കാർ നൽകിയ നിയമനങ്ങളിൽ അഴിമതിയുണ്ടെന്ന പരാതിയിലാണ് തൃശൂർ വിജിലൻസ് കോടതി ത്വരിതാന്വേഷണത്തിന് ഉത്തരവിട്ടത്. 170 തസ്തികകളിൽ ക്രമവിരുദ്ധമായി നിയമനങ്ങൾ നടത്തിയ സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിരുന്ന എ.പി. അനിൽകുമാർ എന്നിവർക്ക് പങ്കുണ്ടെന്നായിരുന്നു ആരോപണം. പരാതിയിൽ കഴമ്പുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ഉമ്മൻചാണ്ടി, എ.പി. അനിൽകുമാർ, മുൻ പട്ടികജാതി വികസന സെക്രട്ടറി, SC/ST സ്പെഷ്യൽ ഓഫീസർ എന്നിവർ ഉൾപ്പെടെ 6 പേർക്കെതിരെ ത്വരിതാന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. PSCയെ ഒഴിവാക്കി നിയമനം നടത്തുന്നതിൽ അസ്വാഭാവികത ഉണ്ടെന്ന വിജിലൻസ് റിപ്പോർട്ട് മറികടന്നായിരുന്നു നിയമനം. മെഡിക്കൽ കോളേജിന് അനുമതി നേടാനെന്ന വ്യാജേന യുഡിഎഫ് സർക്കാരിന്റെ അവസാന കാലത്ത് തിരക്കിട്ട് നിയമനം നടത്തിയത് അനുകൂലികളെ തിരികെ കയറ്റാനാണെന്നാണ് പരാതിക്കാരൻ പി. രാജീവ് ആരോപിക്കുന്നത്. ത്വരിതാന്വേഷണം നടത്തി സെപ്റ്റംബർ 19 റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ സ്ക്വാഡിനാണ് അന്വേഷണ ചുമതല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ഗൾഫിൽ കുടുങ്ങിയ 10,000-ഓളം ഇന്ത്യക്കാരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനാകുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. 2,450 ഇന്ത്യക്കാരാണ് ഒഗർ കമ്പനിയുടെ കീഴിലുള്ള 5 ക്യാമ്പുകളിലായി കുടുങ്ങിക്കിടക്കുന്നത്. നടപടികൾ വേഗത്തിലാക്കാൻ വിദേശകാര്യ സഹമന്ത്രി വി.കെ. സിംഗ് അടുത്ത ദിവസം റിയാദിലേക്ക് പോകും. ഗൾഫിൽ കുടുങ്ങിയവരിൽ 100 കണക്കിന് മലയാളികളുമുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന സൂചനകൾ. എണ്ണ വിലയിടിവിനെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലായ ഗൾഫ് നിർമ്മാണ മേഖലയിൽ 10,000-ലേറെ ഇന്ത്യൻ തൊഴിലാളികൾ ദുരിതത്തിലെന്നാണ് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. 2,500-ൽ പരം ഇന്ത്യക്കാർ ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുകയാണെന്നുമാണ് സർക്കാരിന് ലഭിച്ച വിവരം. മാസങ്ങളായി തൊഴിൽ നഷ്ടപ്പെട്ട് ശമ്പളമില്ലാതെ ലേബർ ക്യാമ്പിൽ കഴിയുന്നവരിൽ 100 കണക്കിന് മലയാളികളുമുണ്ടെന്നാണ് സൂചന. എന്നാൽ ഈ വിവരം വിദേശകാര്യ മന്ത്രാലയം പരസ്യപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ 16,000 കിലോ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തതായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് എക്സിറ്റ് വിസ ലഭിക്കാൻ വിദേശകാര്യ മന്ത്രാലയം സൗദി സർക്കാരുമായി ചർച്ച നടത്തി വരികയാണ്. ഈ നടപടികൾ വേഗത്തിലാക്കാൻ വിദേശകാര്യ സഹമന്ത്രി വി.കെ. സിംഗ് അടുത്ത ദിവസം ജിദ്ദയിലെത്തും. സൗദി കൂടാതെ കുവൈറ്റിലും ഒമാനിലേക്കും പ്രതിസന്ധി രൂക്ഷമായി. കേന്ദ്ര സർക്കാർ മണിക്കൂറുകൾ തോറും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. സംഭവം അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും
ഭരണാധികാരികളുമായി ചർച്ച നടത്തിവരികയാണെന്നും ഇന്ത്യക്കാരെ ഉടനടി നാട്ടിലെത്തിക്കാനാകുമെന്നും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് രാജ്യസഭയിൽ വ്യക്തമാക്കി. भारत का कोई भी श्रमिक यदि बाहर बेरोजगार है तो वो भूखा नहीं सोएगा. भारत सरकार इसकी जिम्मेदारी लेती है कि उसको खाना पहुंचाएगी, लेकिन केवल खाना पहुंचाने तक नहीं. अगर वो वहाँ बेरोजगार है और दूसरी जगह कोई काम नहीं मिल रहा, अगर दूसरी कंपनी में काम मिल जाए तो बहुत अच्छी बात. अगर काम नहीं मिल रहा है और वो स्वदेश लौटना चाहता है तो हम उसको सकुशल स्वदेश वापस लेकर आएंगे. ये भी मैं आपको आश्वासन. വിദേശകാര്യ സഹമന്ത്രി MJ അക്ബർ ഇരു രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടു. ഇന്ത്യൻ തൊഴിലാളികളെ സഹായിക്കാൻ എല്ലാ ഇന്ത്യക്കാരും രംഗത്തു വരണമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗുജറാത്ത് മുഖ്യമന്ത്രി രാജിവെച്ചു. ആനന്ദിബെൻ പട്ടേലിന്റെ രാജി BJP സ്വീകരിച്ചു. നേരത്തെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മുഖ്യമന്ത്രി പദം ഒഴിയുന്നതിന് അവർ സന്നദ്ധത അറിയിച്ചത്. പ്രായം 75 അടുക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാൻ ആഗ്രഹിക്കുകയാണ്. ഇക്കാര്യം BJP നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ആനന്ദിബെൻ പട്ടേൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. തൊട്ടു പിന്നാലെ BJP നേതൃത്വം രാജി സ്വീകരിച്ചതായുള്ള റിപ്പോർട്ടും പാർട്ടി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഗുജറാത്തിൽ പട്ടേൽ വിഭാഗത്തിന്റെയും ദളിത് വിഭാഗത്തിന്റെയും പ്രക്ഷോഭം തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ രാജി. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജിയെന്നാണ് സൂചന. അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിവാദങ്ങളിൽ നിന്നും മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് BJP നേതൃമാറ്റം പരീക്ഷിക്കുന്നത്. ഗുജറാത്തിൽ ദളിതർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിൽ മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്ന ആരോപണം ശക്തമായിരുന്നു. ഗോവധം ആരോപിച്ച് ദളിത് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് ആരംഭിച്ച ദളിത് പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. ഹാർദിക് പട്ടേലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പട്ടേൽ സമുദായത്തിന്റെ സംവരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭവും അവസാനിച്ചിട്ടില്ല. സംസ്ഥാനത്തെ പ്രധാന വോട്ട് ബാങ്കായ ദളിത് പട്ടേൽ വിഭാഗങ്ങൾ ഇടഞ്ഞു നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് BJPക്ക് വൻ തിരിച്ചടിയാകും. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ മാറ്റിയുള്ള പുതിയ പരീക്ഷണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. വർണ്ണവൈവിധ്യം കൊണ്ടും രൂപഭംഗി കൊണ്ടും പ്രാവുകൾ ആരുടെയും മനം കവരും. വളർത്തുപക്ഷികളിൽ ശാന്തരും സൗമ്യരുമാണ് പ്രാവുകൾ. ഇന്ന് പ്രാവുകളെ വളർത്തുന്നത് ഒരു വിനോദം എന്നതിനപ്പുറം മികച്ചൊരു വരുമാന മാർഗം കൂടിയാണ്. പ്രാവിനെ വളർത്തി വിൽക്കുന്ന അനേകം കർഷകർ ഇന്ന് കേരളത്തിലുണ്ട്. വിവിധയിനം പ്രാവുകളിൽ മുമ്പൻ അമേരിക്കക്കാരനായ കിങ്ങുകളാണ്. തോളിന് വളവുള്ള മുതുകും ഉയർന്ന ചെറുവാലും ഉയർന്ന നെഞ്ചുമാണ് ഇവയുടെ പ്രത്യേകതകൾ. പ്രാദേശിക വിപണിയിൽ ഉയർന്ന വില ലഭിക്കുന്ന ഇവ വെള്ള, കറുപ്പ്, ബ്രൗൺ നിറങ്ങളിൽ ലഭിക്കും. ഇന്ത്യയുടെ തനതു ജനുസായ ജാക്കോബിൻ കഴുത്തിനു ചുറ്റും ചാമരം വീശുന്ന തൂവലുകളാൽ കണ്ണിന് കൗതുകമേകുന്നവയാണ്. ചിറകുകളിൽ ശലഭങ്ങളെപ്പോലെ ചിത്രപ്പണികളുള്ളവയാണ് സാറ്റനേറ്റുകൾ. ബ്യൂട്ടി ഹോമർ, ഡബിൾ ക്രൈസ്റ്റ്, ഫിൽഗേഷർ, കാരിയർ, മൂങ്ങാപ്രാവുകൾ, മുഷ്കി, ചുവാചൻ, ബാറ്റിൻ, ട്രെംബ്ലർ, ഓസ്ട്രേലിയൻ റെഡ്, സിറാസ് എന്നിവയും വിവിധ പ്രാവിനങ്ങളാണ്. പ്രാവുകൾക്ക് കൂടൊരുക്കുമ്പോൾ 25 പ്രാവുകൾക്ക് 8 അടി നീളവും 6 അടി വീതിയും 7 അടി ഉയരവും എന്ന തോതിൽ സ്ഥലം അനുവദിക്കണം. മരച്ചില്ലകൾ, ചെറിയ വടികൾ, പുല്ല് എന്നിവ ഉപയോഗിച്ചാണ് സാധാരണ ഇവ കൂടൊരുക്കുന്നത്. കുതിർത്ത ചോളം, പയർവർഗ്ഗങ്ങൾ, ഗോതമ്പ്, കപ്പലണ്ടി, നിലക്കടല എന്നിവ ഭക്ഷണമായി നൽകണം. ദിവസവും 30 മില്ലി വെള്ളം ഒരു പ്രാവിന് നൽകണം. ചീരയില, മല്ലിയില എന്നിവയും ഇവയ്ക്ക് പ്രിയപ്പെട്ടതാണ്. പ്രാവുകൾ 6 മാസമാകുമ്പോൾ പ്രായപൂർത്തിയാകുന്നു. ഇണ ചേർന്നതിനു ശേഷം 8 ദിവസമാകുമ്പോൾ ആദ്യത്തെ മുട്ടയിടുന്നു. മുട്ടയിട്ടതിനു ശേഷം പകൽ പൂവനും രാത്രി പിടയുമാണ് അടയിരിക്കുന്നത്. അടയിരിക്കുമ്പോൾ കൂടിലെ ചൂട് 102 മുതൽ 105 ഡിഗ്രി വരെയായി ക്രമീകരിക്കണം. 4 മുതൽ 6 ആഴ്ചയാകുമ്പോൾ കുഞ്ഞുങ്ങൾ വേർപിരിയും. സാധാരണ രീതിയിൽ പ്രാവുകൾ 15 മുതൽ 20 വർഷം വരെ ജീവിക്കും. ന്യൂസ് ഡെസ്ക്.